കർത്താവ് വളരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷകനാണ്. സജി മല്ലശ്ശേരിയും ഈ സമയം കർത്തൃനാമത്തിൽ ഗോസ്പൽ മ്യൂസിക്കിന്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുകയും വേദിയിലായിരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വിലയേറിയദാസൻ ചാൾസ് ജോണ്, എ കെ തോമസ് സാറ്, അതുപോലെ ജോൺസൺ റോയ്, സുരേഷൻ ജോൺസൺ റോയ്, ജോസ് ഫിലിപ്പ് തുടങ്ങിയവർക്കും ഈ സമയം ഗോസ്പൽ മ്യൂസിക്കിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. പ്രധാനമായിട്ടുള്ളത്, ഇതിലൊക്കെ പ്രധാനമായിരിക്കുന്നത് കടന്നു വന്ന പ്രിയമുള്ള നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ വ്യക്തികൾക്കും, പേരുപേരായി ഓരോ വ്യക്തികൾക്കും ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിന്റെ പേരിലുള്ള സ്വാഗതം കർത്തൃനാമത്തിൽ ഞാൻ ഈ സമയം അറിയിക്കുന്നു. എന്നാൽ ഒരു സ്വാഗതം കൂടെ അർപ്പിക്കാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കാണുന്നുണ്ട് റോഡിന്റെ സൈഡിലും പന്തലിന്റെ പുറകിലുമായി അനേകര് നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ പന്തലിനുള്ളിലേക്ക് കടന്നു വന്നാൽ അവർക്കുള്ള സീറ്റുകൾ, ചെയർ റെഡിയായിട്ട് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അവിടെ നിൽപ്പുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും സീറ്റ് കിട്ടുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർ, റോഡിലും പന്തലിന്റെ വെളിയിലും നിൽക്കുന്ന പ്രിയപ്പെട്ടവര് കടന്നു വന്ന് ഈ പന്തലിനുള്ളിലേക്ക് ഇരുന്ന് ഇനിയുള്ള ശുശ്രൂഷകൾ ശ്രദ്ധിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. അവർക്കും ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമുണ്ടായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവവചനം സംസാരിക്കുവാനും, നമ്മൾ കടന്നു വന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് തിരികെ പോകുവാൻ നമുക്ക് പ്രാർത്ഥനയോടിരിക്കാം. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സംരംഭത്തിന്റെ അവസാന രാത്രി നാളെയാണല്ലോ. നാളെയും ദൈവം അനുവദിച്ചാൽ 5:30 മണിക്ക് തന്നെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. നാളെ നമ്മുടെ മധ്യത്തിലെ ഗാനം ആലപിക്കുന്നത് ഹെവൻലി കൊയിനോനിയ കൊല്ലം എന്ന ട്രൂപ്പായിരിക്കും. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ വചനത്തിന് മുൻപാകെ ഇരിക്കുകയാണ്. വചനത്തിന്റെ ശക്തി എന്തുമാത്രമാണെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നെയും നിങ്ങളെയും രക്ഷിച്ചതായിട്ടുള്ള വചനം, ആ വചനം നമ്മുടെ ഇന്ന് രാത്രി സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജോസ് മാങ്കുടിയാണ് നമ്മുടെ മധ്യത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം പുൽപ്പള്ളിക്കാരനാണ്. പുൽപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വളരെ സമരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് പുൽപ്പള്ളി എന്ന് പറയുന്ന ദേശം. അവിടെയാണ് താന് അഭ്യസിച്ച് വളർന്നത്. എന്നാൽ തൻ്റെ കയ്യിൽ വാളോ പരിചയമോ കുന്തമോ ഒന്നും ഇന്നില്ല. തൻ്റെ കയ്യിൽ ഇന്നുള്ളത് ക്രിസ്തുവിന്റെ പോർക്കളത്തിൽ വചനമെന്ന വാളുമായിട്ടാണ് താൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തില് വ്യാപരിച്ചു, പ്രവർത്തിച്ചു. അനേകർക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം സാവകാശങ്ങൾ ഒരുക്കി. അവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്തൃദാസൻ ജോസ് മാങ്കുടി നമ്മുടെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് വചനത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ബഹുമാന്യനായ എ കെ തോമസ് സാർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് പ്രിയ സഹോദരൻ ജോസ് മാങ്കുടി നമ്മോട് വചനം സംസാരിക്കുന്നതായിരിക്കും. തക്ക സമയത്ത് തന്നെ വചനശുശ്രൂഷ അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എല്ലാവരും ശാന്തമായി ദൈവസ്ഥനിൽ ഇരിക്കണമെന്ന് ഓർപ്പിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ശുശ്രൂഷയുടെ 2ാം ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന തിരുനാമത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇന്നലെ കർത്താവേ, ദൈവത്തിന്റെ വചനാത്ഭുതകരമായിട്ടോട് വിളമ്പുവാൻ അനേക പാപികൾ രക്ഷിക്കപ്പെടുവാനിടയായതുകൊണ്ട് തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ പ്രവർത്തിച്ചതിനാ തിരുനാമത്തിൽ സ്തോത്രം. ഈ വൈകിട്ടും ഈ സന്ധ്യാസമയത്തും ഞങ്ങൾ കർത്താവെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി ആ തിരുനാമത്തിൽ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കുന്ന കർത്താവകയാൽ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അനുകൂലമായ സാഹചര്യത്തിൽ സുവിശേഷം ഇവിടെ പ്രസംഗിക്കപ്പെടുവാൻ, പരസ്യമായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുവദിച്ചതുകൊണ്ട് തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകൾ കർത്താവ് 1 വർഷം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ ദാസന്മാരുടെ കർത്താവെ ആ ശുശ്രൂഷയെ
കർത്താവ് ഓർക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് അല്പസമയം ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളോട് നീ സംസാരിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവനൊരു പ്രയോജനമില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സത്യം ഞങ്ങളെ പ്രിയപ്പെട്ടവർ അറിയുവാൻ ഇടയാക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും എല്ലാ പ്രിയപ്പെട്ടവരും അറിയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും, ഞങ്ങളെ കാണുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാനും അവസരം ലഭിക്കണം എന്ന് ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും കർത്താവ് എത്രത്തോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് മഴ മാറ്റി തന്നതിനാ തിരുനാമത്തെ സ്തോത്രം. അനുകൂലമായ സാഹചര്യങ്ങൾ തന്നതിനാ തിരുനാമത്തെ സ്തോത്രം. മൈക്ക് ലൈറ്റ് മുതലായ സംരംഭങ്ങളെയും അതിൻ്റെ പ്രവർത്തനത്തെയും കർത്താവ് ഇത്രത്തോളം സഹായിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരെ കൂട്ടിവരുത്തനാ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഇനി അനേകർ കടന്നു വരാനുണ്ടല്ലോ കർത്താവെ, അവരൊക്കെയും കടന്നു വന്ന് വചനം കേൾപ്പാൻ, ദൈവവചനം ശ്രദ്ധിപ്പാൻ, കർത്താവിങ്കിലേക്ക് തിരിയുവാൻ, തങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന മാങ്കുടി സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ വായോടും നാവോടും കൂടി ഇരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ട് വചനം അതുപോലെ പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കണം. കർത്താവെ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും ഇരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ആരോഗ്യവും ബലമൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്കും തന്നി ഞങ്ങളെ സഹായിച്ചുകൊണ്ട് തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. സർവമാനവും മഹത്വവും അവിടത്തേക്ക് തന്നെ അർപ്പിച്ചുകൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭ്യമായതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ വിശുദ്ധ ബൈബിളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അതിനാധാരമായിട്ട് 2 വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഈ വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖയാക്കിയിട്ടുള്ള ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം നാം ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഏറെ വിശദീകരണമോ മുഖവരയോ ഇവിടെ ആവശ്യം വരുന്നില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഈ സന്ദേശത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രസംഗത്തിന് യാതൊരു ക്ഷാമവുമില്ലാത്ത മണ്ണാണ് നമ്മുടെ കേരളം. തലങ്ങും വിലങ്ങും നാം ഓരോ ദിവസവും ധാരാളം സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ മധ്യത്തിലാണ് സുവിശേഷ പ്രസംഗവും ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്നത്. മറ്റ് പ്രസംഗങ്ങളെക്കാൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ സന്ദേശത്തിന് ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം അനാവശ്യം എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ധാരാളം പ്രസംഗിക്കുവാൻ കഴിവുള്ള നേതാക്കന്മാരാൽ നിറഞ്ഞ നമ്മുടെ മണ്ണിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ ധൈര്യപ്പെടുന്നു? മറ്റ് സന്ദേശങ്ങളെക്കാൾ സുവിശേഷത്തിനുള്ള മഹത്വം എന്താണ്? സവിശേഷത എന്താണ്? 1-2 വാചകങ്ങളിൽ സുവിശേഷത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന 5 പ്രത്യേകതകൾ ഓടിച്ചു പറഞ്ഞിട്ട് വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരും. എന്താണ് സുവിശേഷത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന 1-ാമത്തെ പ്രത്യേകത? നിങ്ങൾ ഓർക്കണം, ലോകത്തിൽ മാറ്റം കൂടാതെ ഒരു സന്ദേശം എവിടെയെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. മാറ്റം കൂടാതെ ലോകത്ത് നിലനിൽപ്പില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന, ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും
മാറ്റം കൂടാത്തൊരു സന്ദേശം അറിയിക്കുവാൻ കർത്താവിൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നു. എങ്ങനെ അറിയാം ഈ സന്ദേശത്തിന് മാറ്റമില്ല എന്ന്? അശാസ്ത്രീയ കാലഘട്ടമായ AD 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പ്രസംഗിച്ച അപൂർവ ചില പ്രസംഗങ്ങൾ നമ്മുടെ ബൈബിളിൽ രേഖയാക്കി കിട്ടിയിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അവിടുത്തെ ശിഷ്യന്മാരും സമൂഹത്തോട് പ്രസംഗിച്ച പ്രസംഗം, ആ പ്രസംഗത്തിൽ നിന്നും അക്ഷരം തെറ്റാതെ അണുവെട വ്യതിചലിക്കാതെ അതേ സന്ദേശം അതേ അർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രബോധമുള്ളവരോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സന്ദേശത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ സമ്മതിക്കും എന്ന് എനിക്ക് രണ്ടു പക്ഷമില്ല. കഴിഞ്ഞിടെ ഒഹായോ യൂണിവേഴ്സിറ്റി അത്ഭുതകരമായൊരു വാർത്ത പുറത്തുവിട്ടു. മാറ്റം കൂടാതെ ഈ ഭൂമിക്ക് ഇനി നിലനിൽക്കാൻ കഴിയുകയില്ല, ഭൂമി പടം പൊഴിക്കുവാൻ പോകുന്നു. ഭൂമി പോലും മാറ്റത്തിന് വിധേയപ്പെടുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ആകാശ കൊടയ്ക്ക് കീഴെ മാറ്റമില്ലാതെ ഇന്നും തുടരുന്ന 20 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സന്ദേശം, അതാണ് സുവിശേഷം. 2, ഈ സന്ദേശത്തിന്റെ പ്രത്യേകത, ഇത് എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഏക സന്ദേശമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂഖണ്ഡത്തിലെ ആളുകൾക്കോ ഒരു പ്രത്യേക ജനവർഗത്തിനോ വേണ്ടി മാത്രം ഇത് മാറ്റിവെച്ചിട്ടില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാനും നിങ്ങൾ സമ്മതിക്കും, നമുക്ക് എല്ലാവർക്കും ഒരു സൂര്യനേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരേ ഓക്സിജനേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരേ വെള്ളമേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരേ ഭൂമിയും ഒരേ ആകാശമണ്ഡലവുമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു സന്ദേശമേ ഉണ്ടാകാൻ പാടുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരു ദൈവമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് സുവിശേഷത്തിന്റെ മാത്രം മഹത്വം, എല്ലാവർക്കുമുള്ള സന്ദേശം. 3, ഈ സന്ദേശത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചരിത്രത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകതയാണ്, ഈ സന്ദേശം ആര് സ്വീകരിക്കുന്നവോ അവരെ സമൂലമായി രൂപാന്തരപ്പെടുത്തുവാൻ സുവിശേഷത്തിന് സാധിക്കുന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിയമം കൊണ്ടോ മതബോധം കൊണ്ടോ മനഃശാസ്ത്രം കൊണ്ടോ പ്രത്യയശാസ്ത്രം കൊണ്ടോ ഇന്ന് വരെ ആളുകളെ നന്നാക്കുന്നതിൽ പരാജയപ്പെട്ട സമൂഹത്തിൽ ഈ സുവിശേഷം ആര് ഇരു കരവും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടോ അവരെ പാടെ മാറ്റുവാൻ ഈ സന്ദേശത്തിന് സാധിച്ചിട്ടുണ്ട്. നാം ഈ വായിച്ച ലേഖനം എഴുതിയ പൗലോസ് എന്നറിയപ്പെടുന്ന അപ്പോസ്തലൻ ഒരിക്കൽ നാം അറിയുന്നത് പോലെ തന്നെ കടിച്ചു കീറുന്ന ഒരു ചെന്നായെ പോലെ കൊലപാതകനായി സഞ്ചരിച്ചവനാണ്. പക്ഷേ ഈ സുവിശേഷം ആ മനുഷ്യനുമായി ഏറ്റുമുട്ടി. ആ മനുഷ്യൻ ഈ സുവിശേഷത്തിന് മുമ്പാകെ അടിപതറി താഴെ വീണു. അന്നു മുതൽ അവന്റെ സ്വഭാവം പാടെ മാറി. ഈ മനുഷ്യൻ ഒരു കുഞ്ഞാട് സമാനം സുവിശേഷത്തിന് വേണ്ടി പ്രാണൻ വെച്ചുകൊടുക്കുവാൻ തയ്യാറായി. സുവിശേഷം ആരെയും മാറ്റുന്നു. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യനുണ്ടല്ലോ, നാം അറിയുന്ന സെന്റ് അഗസ്റ്റിൻ. അദ്ദേഹം ലോകത്തിൽ ഏറ്റവും ആർക്കും വേണ്ടാത്തവനെ പോലെ കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ചുവെങ്കിലും സുവിശേഷം അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റി. അതുകൊണ്ട് ഇതുപോലെ ആളുകളെ മാറ്റുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശം ലോകത്ത് ഉണ്ടായിട്ടില്ല. 4, സുവിശേഷത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സവിശേഷതയാണ് ഈ സന്ദേശം ഒരു മനുഷ്യന്റെ മരണത്തിനപ്പുറവും അവനെ അനുഗമിക്കുന്നു എന്നുള്ളത്. നാം കേൾക്കുന്ന സന്ദേശം ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷേ അംഗീകരിച്ചാലും അവഗണിച്ചാലും അതിന്റെ ഫലം മരണക്കുഴി വരെ മാത്രമേ വരികയുള്ളൂ. പക്ഷേ സുവിശേഷം കേട്ട് അംഗീകരിച്ചാലും നിരാകരിച്ചാലും അതിന്റെ ഫലം ഇവിടം കൊണ്ട് തീരുകയില്ല. മരണത്തിനപ്പുറവും ആളുകളെ ഇത് സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ സുവിശേഷം മരണത്തിനപ്പുറം സ്വർഗരാജ്യം നമുക്ക് സംഭാവന ചെയ്യും, അല്ല എന്ന് വരികിൽ നിത്യമായ ശിക്ഷാവിധി സുവിശേഷത്താൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യന്റെ മരണശേഷവും അവനെ പിന്തുടരുന്ന ഒരു സന്ദേശമേ ഉള്ളൂ, അതാണ് സുവിശേഷം. 5, എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത?